ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. പത്തനംതിട്ടയുടെ പാർട്ടി മുഖമായ പത്മകുമാറിനുള്ള കരുതൽ ഉടൻ പാർട്ടി നിർത്തില്ല. 32 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും 42 വർഷം ജില്ലാ കമ്മിറ്റി അംഗവുമായി തുടരുന്ന പത്മകുമാറിനെ തൽക്കാലം തള്ളിക്കളയില്ല. പത്മകുമാർ ചെമ്പുപാളിയെന്ന സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്ത് പുറത്തു വന്നിട്ടും പത്മകുമാർ പാർട്ടിക്ക് കുറ്റാരോപിതൻ മാത്രമാണ്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ പാർട്ടി അത് ചെയ്യും. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തി നിൽക്കുമ്പോൾ നടപടിയെടുത്താൽ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകും. പോറ്റിക്ക് പാളി കൊടുത്തത് കടകംപള്ളിയുടെ നിർദ്ദേശത്തിലാണെന്നും പോറ്റിയുടെ അപേക്ഷ ആദ്യമെത്തിയത് കടകംപള്ളിക്കാണെന്നുമുള്ള പത്മകുമാറിന്റെ മൊഴിയിലും മറുപടി ക്യാപ്സ്യൂളുകൾ ഒരുങ്ങുന്നുണ്ട്. ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ പുലർത്തിയ അവധാനത ഇല്ലായ്മയെക്കുറിച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ പ്രതികരിച്ചത് ഫേസ്ബുക്കിലാണ്. ഒരാളെയും സംരക്ഷിക്കില്ല, അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല തുടങ്ങിയ വാചകങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരാനാണ് സാധ്യത. കുറ്റാരോപിതൻ മാത്രമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി D. സുരേഷ് കുമാർ, റിജിൽ മാക്കുറ്റി കോൺഗ്രസ് പ്രതിനിധി, TK രാജഗോപാൽ രാഷ്ട്രീയ നിരീക്ഷകൻ, രാഹുൽ ഈശ്വർ വലത് നിരീക്ഷകൻ എന്നിവരാണുള്ളത്. ആദ്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകുന്നു. റിജിൽ മാക്കുറ്റി കേൾക്കാമല്ലോ. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ CPM സെക്രട്ടേറിയറ്റിന് ശേഷം മാധ്യമങ്ങളെ കണ്ടു. തൽക്കാലം പത്മകുമാറിനെതിരെ നടപടിയില്ല, പാർട്ടി പരിശോധിച്ച ശേഷം അത് ആലോചിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ പ്രതികരിക്കുന്നു കോൺഗ്രസ്? ഹലോ, കേൾക്കാമോ റിജിൽ? ഹലോ റിജിൽ, കേട്ടോ? ഹലോ റിജിൽ, എന്റെ ചോദ്യം കേൾക്കുന്നുണ്ടോ? ഞാൻ നിങ്ങൾ പറയുന്നത് എനിക്ക് ആദ്യം കേൾക്കാൻ ചോദ്യം കേട്ടില്ല. അതായത് CPM സെക്രട്ടേറിയറ്റ് ഇന്ന് ചേർന്നു. ചോദ്യം കേട്ടില്ല. CPM സെക്രട്ടേറിയറ്റ് ഇന്ന് ചേർന്നു. അതിനുശേഷം MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. പത്മകുമാറിനെതിരെ എന്തായാലും പാർട്ടി നടപടിയില്ല. പത്മകുമാറിനെതിരെ വന്നിരിക്കുന്ന തെളിവുകളിൽ കൂടുതൽ തെളിവുകൾ വരട്ടെ, അത് പാർട്ടി പരിശോധിക്കേണ്ട സമയത്ത് പരിശോധിക്കും എന്നുള്ളതാണ് മറുപടി. കോൺഗ്രസ് അതിനെ എങ്ങനെ കാണുന്നു? സ്മൃതി, യഥാർത്ഥത്തിൽ ഈ കാട്ടുകൊള്ളക്ക് നേതൃത്വം കൊടുത്തത് CPM-ന്റെ ഇപ്പോൾ പിടിക്കപ്പെട്ട പത്മകുമാറും വാസു മാത്രമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഈ വിഷയത്തിനകത്ത് കൃത്യമായ ബോധ്യവും അറിവും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത് എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ തെളിവാണ് ഇനി വരാനിരിക്കുന്നത്. ഇപ്പോൾ വാസു പത്മകുമാർ ഒരു പോറ്റിയിൽ തുടങ്ങി ഇപ്പോൾ പത്മകുമാർ എത്തിയിരിക്കുകയാണ്. ഈ പത്മകുമാറിന് ശേഷം കടകംപള്ളി സുരേന്ദ്രൻ ക്യൂ ആയി നിൽക്കുകയാണ്. അതിനുശേഷം വരാനിരിക്കുന്നതാരാ? കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാതെ ഇത്തരത്തിൽ ഒരു ശബരിമല പോലത്തെ ലോകപ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ആ ഒരു ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള നടക്കണമെങ്കിൽ ഇവർ മാത്രം വിചാരിച്ച് നടക്കില്ലല്ലോ, മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് സ്വർണം എന്ന് പറയുന്നത് വല്ലാത്തൊരു ആർത്തിയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്കക്കൂട്ടാൻ കണ്ടു എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്. പിണറായി വിജയൻ സ്വർണ്ണം എവിടെ കണ്ടാലും അത് വല്ലാത്തൊരു ആർത്തിയാണ്. ഈ ശബരിമല സ്വർണം കണ്ടപ്പോൾ അവിടെ പോയി നോക്കി ഇത് അയ്യപ്പനാണോ എന്ന ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കണ്ടത് അയ്യപ്പനെയല്ല, അവിടുത്തെ സ്വർണ്ണമാണ് ചങ്ങായിയുടെ കണ്ണിൽ. അപ്പോൾ സ്വാഭാവികമായും അതെങ്ങനെ അടിച്ചു മാറ്റാന്നുള്ള കൃത്യമായ രൂപത്തിലുള്ള പഠനമാണ് പിണറായി നടത്തിയത്. ആ പിണറായിയുടെ പിന്തുണയും പിൻബലവും കൊണ്ട് തന്നെയാണ് ഈ കൊള്ള നടന്നത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പാർട്ടിക്ക് അങ്ങനെ പറയാൻ സാധിക്കും. പാർട്ടി എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ പാർട്ടി നടപടിയെടുക്കും, പരിശോധിക്കും എന്നുള്ളതാണ് പറയുന്നത്. TPF വന്നപ്പം പറഞ്ഞ പാർട്ടി എന്താണ്? മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ച് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞ പാർട്ടി അവസാനം പിടിക്കപ്പെട്ടവരാരാണ് നമുക്കറിയാം. അതോടൊപ്പം സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിലായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പത്മകുമാറിലെത്തിയത്. അല്ലെങ്കിൽ ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലെത്തി ഈ കേസ് മടക്കി മൂലക്കിടാനുള്ള തയ്യാറെടുപ്പ് നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സംവിധാനമുള്ള ഒരു സർക്കാരായിരുന്നു. അന്വേഷണത്തിൽ സർക്കാർ ഇടപെടുന്നില്ല. SIT അന്വേഷണം കോടതിയുടെ നിരീക്ഷണത്തിലാണ്. പക്ഷെ പ്രതിപക്ഷമാകട്ടെ ഈ SIT അന്വേഷണത്തെയും എതിർക്കുകയായിരുന്നു. SIT നന്നായി അന്വേഷണം കൊണ്ടുവരുമ്പോൾ അതിനെ എതിർക്കുകയായിരുന്നു. അത് വേണ്ട, കേന്ദ്ര ഏജൻസി വരട്ടെ, CBI വരട്ടെ എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തടസ്സപ്പെടുത്തുകയായിരുന്നു ഇവിടുത്തെ സ്വതന്ത്രമായ അന്വേഷണത്തെ എന്നുള്ളതാണ് പ്രതിപക്ഷത്തിനെതിരെ CPM ഉന്നയിക്കുന്ന ആരോപണം. അതിനെന്താണ് മറുപടി? അല്ല ഈ പല അന്വേഷണങ്ങളും നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു നമുക്കറിയാലോ. സ്വാഭാവികമായി കോടതി നിരീക്ഷണത്തിൽ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള നിലപാടാണ് പറഞ്ഞത്. കേന്ദ്ര ഏജൻസി ഇവിടെ അന്വേഷിക്കാൻ വന്നെല്ലാം സെറ്റിൽ ചെയ്തു പോയതിന്റെ മുമ്പിൽ നമ്മുടെ തെളിവുണ്ടല്ലോ. ഈ EDയുടെയും അതോടൊപ്പം തന്നെ CBIയുടെ ഒക്കെ പല കേസുകളും അന്വേഷിച്ച് എവിടെ എത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കുന്നത് കൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കോടതിയുടെ പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അവർ ഇത്തരത്തിൽ, പ്രത്യേകിച്ച് എന്തായാലും പിണറായിന്റെ സർക്കാർ ഇനി വരാൻ പോകുന്നില്ല എന്ന് ഇവർക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക്
കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇവരുടെ കൊള്ള, പ്രത്യേകിച്ച് ശബരിമല അയ്യപ്പനെ വിറ്റ് അതിന്റെ സ്വർണം കട്ട് മുന്നോട്ട് പോയി കാട്ട് കള്ളന്മാരെ ഇനി ഒരിക്കലും ഈ നാട്ടിനകത്ത് വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള ബോധ്യം ഈ നാടിനുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. പ്രത്യേകിച്ച് അവരൊക്കെ വിശ്വാസികളാവാം സ്വാഭാവികമായും. അങ്ങനെയുള്ളത് കൊണ്ടാണ് അതിനകത്ത് മായം ചേർക്കാൻ അവർ തയ്യാറാവാത്തത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ കേസ് മുമ്പോട്ട് പോവില്ല. തീർച്ചയായും ഈ പറയുന്ന അന്വേഷണം കടകംപള്ളി സുരേന്ദ്രൻ എത്തണം. കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, ഇപ്പോ സ്ഥാനം ഒഴിഞ്ഞ പ്രശാന്ത് ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും അവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അലിഗേഷൻ ഉണ്ടായിട്ട് പോലും 2025 വീണ്ടും സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി കൊടുക്കാൻ ഇപ്പോഴത്തെ കഴിഞ്ഞുപോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി അവരൊക്കെ വാങ്ങി അവരൊക്കെ അടിച്ചു മാറ്റിയതിന്റെ കണക്ക് കിട്ടിയപ്പോൾ ഇനിയും നമുക്ക് കിട്ടുന്നത് നമ്മൾ അടിച്ചു മാറ്റാൻ വന്ന് തീരുമാനിച്ചതാണല്ലോ പ്രശാന്തൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തത്. പ്രശാന്തൻ അങ്ങനെ പിന്നെ സത്യസന്ധനൊന്നുമല്ല, ഹരിശ്ചന്ദ്രനുമല്ല, പ്രശാന്ത് ഉൾപ്പെടെ ഈ പറയുന്ന അവസാനത്തെ കണ്ണിയിലേക്കും ഈ അന്വേഷണം പോയി യഥാർത്ഥത്തിലുള്ള കള്ളന്മാരെ നാടിന് മുമ്പിൽ കൊണ്ടുവരണം. രാഷ്ട്രീയ ആരോപണമായി ഉന്നയിക്കുകയല്ലാതെ ഇതിനുള്ള തെളിവുകൾ വേണ്ടേ? ഇപ്പോൾ പുറത്തു വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന പാർട്ടിയിലെ 2 പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട്. അതല്ലാതെ കാടടച്ച് ഇങ്ങനെ വെടിവെച്ചിട്ട് കാര്യമുണ്ടോ? പിണറായി വിജയൻ സ്വർണ്ണപ്പാളി എടുത്തുകൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ആ രൂപത്തിലാണോ കോൺഗ്രസ് അതിനെ കൊണ്ടുപോകുന്നത്, ഈ ആരോപണത്തെ? അല്ല സ്മൃതി, ഞങ്ങൾ ആരോപണമല്ലല്ലോ പറയുന്നത്. പിണറായി വിജയനെ പോലെ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അറിയാതെ CPM-ന്റെ പോലത്തെ ഉന്നത നേതാക്കന്മാരായ ആളുകൾ, ഇവരൊന്നും CPM-ന്റെ അനുഭാവികളൊന്നുമല്ലല്ലോ, മുൻ MLA-യും സെക്രട്ടേറിയറ്റ് മെമ്പർമാരും വളരെ സ്വാധീനമുള്ള CPM-ന്റെ നേതാക്കന്മാരല്ലേ. ഈ കടകംപള്ളി സുരേന്ദ്രൻ അറിയാതെ, ദേവസ്വം ബോർഡ് മന്ത്രി അറിയാതെ പത്മകുമാറിന് അവിടെ സ്വർണം അടിച്ചു മാറ്റാൻ പറ്റുമോ? ആരോട് ചോദിക്കാതെ ഇത് ചെയ്യാൻ പറ്റുമോ? ഇതൊരു വലിയ കണ്ണിയാണ്. ഇവർ ബോധപൂർവ്വം ആലോചിച്ചുറപ്പിച്ച് തന്നെയാണ് ഈ സ്വർണം കട്ടത്. ആ കക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ അനുമതി കിട്ടിയിട്ടുണ്ടാവാം. അതിനകത്ത് പിണറായി വിജയൻ സ്വർണ്ണം എടുത്തു കൊണ്ടുപോയി എന്നല്ല, ഈ വിറ്റ കോടികളുടെ പങ്ക് പറ്റിയിട്ടുണ്ടാവാം. പിണറായി വിജയനും CPM നേതാക്കന്മാർക്ക് കോടികൾ കിട്ടിയിട്ടുണ്ടാവാം. ആ കോടികൾ കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ആരോപണം പറയുന്നത്. അല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമാണെങ്കിൽ പറയാം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാണ്. CPM-ന്റെ നേതാക്കന്മാരിൽ ഒന്നിനൊന്നിന് പിറകായി പിടിക്കപ്പെടുന്നത്. അപ്പൊ സ്വാഭാവികമായി ഈ നാട്ടിലെ ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഈ നാട് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഇത് കേവലം 1 പവനോ 2 പവനോ എന്നല്ലോ. എത്ര കിലോ സ്വർണ്ണമാണ് ഇപ്പൊ? സ്വർണത്തിന്റെ വില എത്രയാണ്? എത്ര കോടികളാണ് അടിച്ചു മാറ്റിയത്? എന്നിട്ട് ഇപ്പോഴും ന്യായീകരിക്കാൻ അവർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നവരാണോ അവർ? ഈ നാട്ടിലെ ജനങ്ങൾ ഒരിക്കലുമല്ല. ഈ നാട് വിശ്വസിക്കുന്നു. ഈ നാട്ടിലെ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകളുടെ പിന്തുണയും അനുമതിയും അത് അവരുമായിട്ടുള്ള എല്ലാ ബന്ധത്തിന്റെ കാരണത്തിൽ തന്നെയാണ് ഈ കൊള്ള നടന്നിട്ടുള്ളത്, ഈ കാട്ടുകൊള്ള നടന്നിട്ടുള്ളത്. ഈ കൊള്ളക്കാരെ ഈ നാടിനകത്ത് ഇനിയും എങ്ങനെ വെച്ചു പുറപ്പിക്കണമെന്ന് ഈ നാട്ടിലെ സാധാരണക്കാർ CPM-ന്റെ ലക്ഷക്കണക്കിന് വരുന്ന അനുഭാവികളുണ്ട്. അവരൊക്കെ ശബരിമലക്ക് പോകുന്ന ആളുകളാണ്. അത്തരം ആളുകൾ പോലും മനസ്സിനകത്ത് വേദന ഉണ്ടാക്കിയ കാര്യങ്ങളെ പുറത്തു വരുന്നത്. ഈ ഓരോ ദിവസം ന്യായീകരിക്കും തോറും ഇവർക്കെതിരായിട്ടുള്ള വലിയ വികാരം വരാൻ പോവാണ്. നിങ്ങൾ നോക്കൂ, വരാനൊരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വാട്ടർലൂ ആയിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഒന്ന് ശബരിമല അയ്യപ്പന്റെ കട്ടതും അതോടൊപ്പം തന്നെ BJP-യുമായി ചേർന്ന് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായ കൂട്ടുകെട്ട് ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ തീർച്ചയായും CPM ഇതുവരെ കാണാത്ത ഒരു പരാജയത്തിലേക്ക് വരാൻ പോവുകയാണ്. എഴുതി വെച്ചോ നിങ്ങൾ. ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നാ പറയുന്നത്. അത്ര രൂക്ഷമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കകത്ത് ഇവർക്കെതിരെ പ്രതിഷേധം ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പോ അതോ നിയമസഭാ തെരഞ്ഞെടുപ്പോ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ വരാനിരിക്കുന്ന വലിയ 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 CPM-ന്റെ തകർച്ചയുടെ തുടക്കം. പാർലമെന്റ് കഴിഞ്ഞു, തദ്ദേശ സ്വയംഭരണം കഴിഞ്ഞു, നിയമസഭ. നിങ്ങൾ നോക്കിക്കണ്ടോളൂ. അതിരൂക്ഷമായ രൂപത്തിലുള്ള പ്രതിഷേധം ഈ സർക്കാരിനെതിരായിട്ടുണ്ട് എല്ലാ മേഖലയും എന്ന് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് വരാൻ പോകുന്നത്. ഇനി ഓരോ ദിവസവും വരുമ്പോൾ ഇവർ ആരൊക്കെയാണ് ഈ കള്ളന്മാർ ജയിലിൽ പോകുന്നത് ആള് കാത്തു നിൽക്കുകയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, പത്മകുമാറിന്റെ അറസ്റ്റിൽ വേദനിക്കുന്ന ഒരു മനസ്സാണ് അങ്ങേക്കുള്ളത്. അത് ഫേസ്ബുക്ക് പോസ്റ്റിൽ അങ്ങ് പറയുകയും ചെയ്തു. അപ്പോൾ പത്മകുമാറിനെയും N വാസുവിനെയും താരതമ്യം കൂടി ചെയ്യുന്നുണ്ട്. പത്മകുമാറിന്റെ അറസ്റ്റിൽ താങ്കൾ വേദനിക്കുന്ന അദ്ദേഹം ഒരു വിശ്വാസിയായതുകൊണ്ടാണ്. N വാസു ഒരു അവിശ്വാസിയാണ്. അവിടെ യുവതീ പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ച ആളെന്ന നിലയ്ക്കാണ് താങ്കൾ അദ്ദേഹത്തെ കാണുകയും ചെയ്യുന്നത്. പത്മകുമാറിന്റെ അറസ്റ്റ് പക്ഷേ വിശ്വാസി എന്ന് താങ്കൾ കരുതുമ്പോഴും ഈ അറസ്റ്റിനുള്ള കാരണങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണല്ലോ. SITയുടെ കണ്ടെത്തൽ ഈ പോറ്റിയും ഉൾപ്പെട്ട ഈ സ്വർണ്ണപ്പാളി മോഷണത്തിൽ മുഖ്യ സൂത്രധാരൻ പത്മകുമാറാണ് എന്നതാണ് SIT പറയുന്നത്. ആ സൂത്രധാരൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചാണ് ഈ ഗൂഢാലോചനകൾ വളരെ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം തെളിവുകൾ പുറത്തു വരുമ്പോൾ ഇപ്പോഴും എന്തുകൊണ്ടാണ് പത്മകുമാറിന് വേണ്ടി താങ്കൾ വേദനിക്കുന്നത്?
അല്ല, പത്മകുമാർ സാർ എന്ന് പറയുന്നത് ശബരിമലയുമായി കുടുംബപരമായി തന്നെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. നമുക്കെല്ലാം അറിയുന്നത് പോലെ ഹരിവരാസനം എഴുതിയതും അദ്ദേഹത്തിന്റെ അച്ഛൻ ശബരിമലയിലെ കോൺട്രാക്ടറായിരുന്നു. അദ്ദേഹത്തെ വർഷങ്ങളുടെ പരിചയമുണ്ട്. അപ്പോൾ വിശ്വാസികളെ കൂടെ നിന്ന് ചതിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അതിന് അദ്ദേഹം ജയിലിൽ പോകണം, ശിക്ഷ അനുഭവിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ശബരിമല യുവതി പ്രവേശന വിഷയമൊക്കെ വന്നപ്പോൾ ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. ഞാനത് പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല. അദ്ദേഹത്തിന്റെ ശമ്പളം ഒക്കെ നമുക്ക് തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട, അതൊന്നും വേണ്ട, സാറ് സപ്പോർട്ട് ചെയ്താൽ മതി. ആദ്യ ദിവസം പ്രക്ഷോഭം തുടങ്ങാൻ ഞങ്ങളെ അവിടെ എത്താൻ, എന്നെയും മുത്തശ്ശി അമ്മയൊക്കെ എത്താൻ സഹായിച്ചത് പത്മകുമാർ സാറാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങൊന്ന് വിശദീകരിക്കാമോ? കാരണം സർക്കാർ ഒരു നിലപാടെടുക്കുന്നു, യുവതി പ്രവേശനം എന്ന നിലപാടെടുക്കുന്നു. സർക്കാർ ആ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ദേവസ്വം ബോർഡും അത് അംഗീകരിക്കുകയും അതിനൊപ്പം പ്രവർത്തിക്കുകയും വേണ്ടതുണ്ട്. അന്ന് സർക്കാർ നിലപാടിന് വിരുദ്ധമായി സമരം ചെയ്യുന്ന അവിടുത്തെ ശബരിമല പ്രക്ഷോഭകാരികളെ സഹായിക്കുന്ന നിലപാട് പത്മകുമാർ എടുത്തിരുന്നുവെന്നും അതിന് താങ്കളടക്കമുള്ളവർക്ക് സഹായം നൽകിയെന്നുമാണോ? അതൊന്ന് വിശദീകരിക്കാമോ? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അന്ന് സഖാവ് പിണറായി വിജയൻ സാർ മാത്രമാണ് ഈ കടുംപിടുത്തം പിടിച്ചത്. ഞങ്ങൾ ഇന്ന് CPM-ന്റെ പല നേതാക്കളോട് സംസാരിച്ചു. ഞാനൊരു ചാനൽ ചർച്ചയിലിരുന്ന് നമ്മുടെ LDF കൺവീനറായിരുന്ന വിജയരാമൻ സാറിന്റെ കാല് വരെ പിടിച്ചു. ഞാൻ മാത്രമല്ല NSSന്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി സുവാനന്ദ നായർ സാർ, അദ്ദേഹം വാക്കുകളിൽ തന്നെ പറഞ്ഞു, ഞാൻ കോടിയേരി ബാലകൃഷ്ണനെ വിളിച്ച് കാല് പിടിച്ചു, എങ്ങനെങ്കിലും ഈ വിഷയം നമുക്കൊന്ന് സമവായത്തിൽ എത്തിക്കണം, അല്ലെങ്കിൽ മുമ്പോട്ട് പോകണം. പക്ഷെ ഇതൊന്നും കേൾക്കാതെ ശ്രീ പിണറായി വിജയൻ അതുമായി മുമ്പോട്ട് പോകുമായിരുന്നു. അപ്പം പ്രക്ഷോഭം തുടങ്ങുന്ന ആദ്യ ദിവസം അതിന്റെ രാത്രി 2:30-3 മണിക്ക് ഞാനും മുത്തശ്ശി അമ്മയും കൂടെ ശബരിമലയിൽ എത്തുകയുണ്ടായി. അപ്പോൾ പോലീസുകാർ ഞങ്ങളെ കയറ്റിവിട്ടില്ല. എന്നെ കണ്ടുകൊണ്ടാണ് കയറ്റിവിടാത്തത്. അപ്പോൾ അവിടെ വിശ്വാസികളും പോലീസുകാരും തമ്മിൽ ഉന്തും തള്ളും അടിയും ഒക്കെ ആയി. അപ്പൊ 2:30-3 മണിക്ക് മുത്തശ്ശി ഞാനും കൂടെ പത്മകുമാർ സാറിനെ വിളിച്ചു. പത്മകുമാർ സാർ കൂടി ഇടപെട്ട് പോലീസിനോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ മേലിൽ പോയത്. അദ്ദേഹം തന്നെ ഇത് ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അന്ന് അതിനെ സപ്പോർട്ട് ചെയ്തു. ആദ്യ ദിവസം അങ്ങനെ പ്രക്ഷോഭം തുടങ്ങിയോണ്ടാണ് ശബരിമല കേസിൽ നമ്മൾ പരാജയപ്പെടാൻ നിന്നത്. ഒരുപക്ഷെ സ്മിതിജിക്ക് ഓർമ്മ കാണും, മാധ്യമങ്ങളെല്ലാം എതിരായിരുന്നു, രാഷ്ട്രീയക്കാരെല്ലാം എതിരായിരുന്നു. ആദ്യ ദിവസം മാധവി എന്നൊരു സ്ത്രീ ആന്ധ്രയെന്ന് വന്നിരുന്നു. ആ മാധവിയും കൂടെയുള്ള ഒരു 5 പേരും യുവതികൾ ആ ശബരിമലയെ ദർശനം നടത്തി കഴിഞ്ഞിരുന്നെങ്കിൽ ആ വിധി നടപ്പാകുമായിരുന്നു. അപ്പോൾ ആ വിധി നടപ്പാകാതെ ഞങ്ങൾക്ക് ആദ്യ ദിവസം പ്രക്ഷോഭം നടത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് അനുകൂലമായ ഒരു സമീപനം പോലും ഉണ്ടായത് 60 ദിവസത്തോളം പ്രക്ഷോഭം കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ്. അപ്പൊ ആദ്യ ദിവസം ഞങ്ങൾ അവിടെ എത്തി. യഥാർത്ഥത്തിൽ ആദ്യ ദിവസമേ 4-5 യുവതികൾ അങ്ങ് കയറി തൊഴുതിരുന്നെങ്കിൽ പിന്നീട് അതിന്റെ വിഷ്വൽസും മറ്റും വന്നു, വിധി നടപ്പായി എന്ന് പറഞ്ഞ് പ്രക്ഷോഭത്തിന്റെ സ്പേസ് പോലും ഉണ്ടാവുന്നില്ല. അപ്പൊ ആദ്യ ദിവസം അവിടെ ചെല്ലാൻ സഹായിച്ചു. ആദ്യ ദിവസം ഞങ്ങളടക്കമുള്ളവർ തടഞ്ഞു, ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് മാറ്റി. വലിയ വയലൻസ് ഉണ്ടായി. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് 2-3 ചാനലുകളുടെ വാഹനങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടു. അവരോടെല്ലാം വ്യക്തിപരമായി തന്നെ ഞാൻ ചെന്ന് ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഒരു ദേശീയ മാധ്യമത്തിന്റെ ചാനലും ആക്രമിക്കപ്പെട്ടു. അവരോടും ഞാൻ ക്ഷമ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യ ദിവസം അവിടെ എത്താൻ സഹായിച്ച അദ്ദേഹമാണ്. അത് പറയുന്നതിൽ നമ്മൾ മടി കാണിക്കണ്ട. അതുകൊണ്ട് അദ്ദേഹം സ്വർണ്ണക്കൊള്ളയ്ക്ക് കുറ്റക്കാരനല്ലതല്ല, ഈ കുറ്റാരോപിതനല്ല, അത് സാങ്കേതികമായി കുറ്റാരോപിതനാണ്. പക്ഷേ ശ്രീ പത്മകുമാർ കുറ്റക്കാരൻ തന്നെയാണ്. ആ കേസ് പഠിക്കുന്ന ആർക്കും മനസ്സിലാവും. അദ്ദേഹത്തിന്റെ കൂടെ ആക്റ്റീവായ സഹകരണമില്ലാതെ ആ കൊള്ള നടക്കില്ല. സഖാവ് P. ജയരാജൻ എഴുതിയതുപോലെ അവധാനതയുടെ കുറവൊന്നുമല്ല, അറിഞ്ഞുകൊണ്ടുള്ള കൊള്ള തന്നെയാണ്. പക്ഷെ അന്ന് അദ്ദേഹം സഹായിച്ചു. നമ്മളൊരു സത്യം പറയുമ്പം 2 പക്ഷം അല്ലെങ്കിൽ 2 കാര്യങ്ങളും പറയണം. അന്ന് ചെയ്തത് നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു കാര്യം, സ്വന്തം കൈപ്പടയിൽ അത് ചെമ്പുപാളി എന്ന് എഴുതി ചേർത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് പ്രിന്റ് ചെയ്ത കടലാസിൽ ചെമ്പുപാളി എന്ന് എഴുതി ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായും ചെമ്പുപാളി ആക്കാനുള്ള തീരുമാനം എവിടെ നിന്ന് ആണ് വന്നത്, അല്ലെങ്കിൽ അത് നടപ്പാക്കിയത് എവിടെയാണ് എന്നതിന്റെ രേഖയാണ് പുറത്തു വരുന്നത്. അല്ല, ഒരു സംശയവുമില്ല. ഞാനൊക്കെ ആദ്യം തന്നെ ചാനൽ റിപ്പോർട്ടിൽ അടക്കം വന്നിരുന്ന് ശക്തമായി പറഞ്ഞിരുന്നത് പത്മകുമാർ സാറിലേക്ക് അന്വേഷണം പോകണമെന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അദ്ദേഹം അറിയാതെ ഏതെങ്കിലും മെമ്പർമാർ ചെയ്തതായിരിക്കും. ഇപ്പൊ അങ്ങനെയാണല്ലോ വിവരം പുറത്തു വരുന്നത്. ബാക്കി 2 മെമ്പർമാരും അറിയാതെ പത്മകുമാർ സാർ കള്ളം ചെയ്തതെന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. നേരെ തിരിച്ച് പത്മകുമാർ സാർ അറിയാതെ വേറെ ഏതെങ്കിലും മെമ്പർ ചെയ്യണമെന്നായിരുന്നു ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. കാര്യം വിശ്വാസികളെ എന്ന് സപ്പോർട്ട് ചെയ്തതാണ്. ഇതൊക്കെ പരസ്യമായ രഹസ്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. വിശ്വാസികളെ സപ്പോർട്ടൊക്കെ ചെയ്തു. പക്ഷേ ഈ സമരക്കാരെ അവിടെ എത്തിക്കാൻ താങ്കളെ അടക്കമുള്ളവരെ എത്തിക്കുന്നതിൽ ഒരു നേതൃത്വം വഹിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ നേതൃത്വമല്ല. അന്ന് രാത്രിയിൽ അവിടെ പ്രശ്നം ഉണ്ടായി. പോലീസുകാരോട് സംസാരിച്ചു. അത് ഞങ്ങൾ എന്തായാലും അവിടെ കയറുമായിരുന്നു. ഒരു കാരണവശാലും ശബരിമല വിധി ന്യായം, അന്ന് എനിക്കൊന്ന് റിപ്പോർട്ടർ തന്നെ അടുത്ത് ഞാൻ പറഞ്ഞത്, എന്റെ നെഞ്ചി ചവിട്ടിയെ അവിടെ യുവതികൾ കയറും എന്ന് പറഞ്ഞ നിലപാട് ഞങ്ങൾക്ക് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പത്മകുമാർ സാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത കാര്യം സത്യമാണ്. മുത്തശ്ശി അദ്ദേഹത്തെ വിളിച്ചു, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പം ഈ വാസു സാറ് നേരെ തിരിച്ച് നമ്മുടെ തിരുവനന്തപുരത്തെ പരിപാടിക്ക് ഞങ്ങൾ OTC ഹനുമാൻ ടെമ്പിളിൽ ചെന്നപ്പോൾ പോലീസുകാരെ വെച്ച് ഞങ്ങളെ തടഞ്ഞു. പോലീസുകാർ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ആ OTC ഹനുമാൻ ടെമ്പിളിലും ഈ പ്രതിഷേധം നടത്തുകയുണ്ടായി. പക്ഷേ അപ്പം ദേവസ്വം ബോർഡ് എന്നും അല്ലെങ്കിൽ വാസു സാർ എന്നും വിശ്വാസികൾക്കെതിരായിരുന്നു. വാസു സാറിനെയാണ് മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് അയച്ചത്. അഫിഡവിറ്റിൽ പറയാത്ത കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ വാദിക്കുകയും ഞങ്ങളെ തോപ്പിക്കുകയും ചെയ്യാൻ. അന്ന് പത്മകുമാർ സാർ ആദ്യം തന്നെ തുറന്നു പറഞ്ഞല്ലോ, എന്റെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയെ ഞാൻ ശബരിമലയിലേക്ക് വിടില്ല എന്നൊക്കെ. അപ്പോൾ അവർക്ക് 2 പേർക്കും 2 സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. നമ്മൾ മറച്ചു വെക്കുന്ന എന്തിനാ? അതിലൊന്നും രഹസ്യമില്ല. ഞാൻ ചോദിച്ചത്, ഇപ്പോഴും പത്മകുമാർ അതിൽ ആസൂത്രകൻ എന്ന് പറയുമ്പോൾ
പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അദ്ദേഹം ഒരു നല്ല ഉടമയായിരുന്നു എന്ന് അങ്ങനെയല്ല താങ്കൾ പറഞ്ഞത്. വേദനിക്കുന്ന അങ്ങനെയല്ല ആളോട് ചോദിച്ചതാണ്. അല്ല, അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. വിശ്വാസികൾക്ക് കൂടുതൽ വേദന ആ മനുഷ്യൻ ഇതിൽ പെട്ടതുകൊണ്ടാണ്. അതായത് പുറകിൽ നിന്ന് കുത്തിയെന്നോ കൂടെ നിന്ന് ചതിച്ചു എന്നോ ഒക്കെ. അതായത് ഈ മാസങ്ങളുടെ പ്രത്യേകത, ശബരിമല പ്രക്ഷോഭം നടക്കുകയാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ശബരിമല പ്രക്ഷോഭം 2019 ആദ്യ മാസങ്ങളിൽ നടക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ തെരുവിൽ തല്ലുകൊള്ളുകയും പോലീസിൽ സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന സമയത്ത് പത്മകുമാർ സാർ സ്വർണം മോഷ്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യായിരുന്നു എന്ന് അറിയുന്നത് ഏറ്റവും വേദനയാണ്. കാര്യം വെളിയിൽ നിന്ന് കാണുന്ന പോലല്ല, ഇവരെയൊക്കെ വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരല്ലേ, പേഴ്സണലി അറിയുന്നതല്ലേ, വീട്ടിൽ കല്യാണത്തിന് പോകുന്നവരല്ലേ. അപ്പൊ ഞങ്ങൾക്കെല്ലാം അതിൽ വിഷമം, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വിഷമമുള്ളത് ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടവർക്ക് ഇതിന്റെ സങ്കീർണത അറിയാം. ആ സങ്കീർണതയിൽ പത്മകുമാർ സാർ അന്ന് ഹെൽപ്പ് ചെയ്തു. ഇന്ന് അതുകൊണ്ടാണ് കൂടുതൽ വേദന. വിശ്വാസിയായ ഇത്രയും ചരിത്ര പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ പിറന്ന ആൾ ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റാൻ നേതൃത്വം നൽകി എന്ന് പറയുന്നത് വിശ്വാസിക്ക് വേദനയുള്ളതാണ്. അദ്ദേഹത്തിനോട് അയ്യപ്പന്മാർ ഒരിക്കലും ക്ഷമിക്കില്ല. ശരി, CPM പ്രതിനിധി ഡി സുരേഷ് കുമാർ എത്തിയിട്ടുണ്ട്. ശ്രീ ഡി സുരേഷ് കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യ സൂത്രധാരൻ എന്ന SIT പറയുന്ന പത്മകുമാറിനെ ഇപ്പോഴും CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നിങ്ങൾ തുടരാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ്? നോക്കൂ, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം നടന്നു വരുന്ന സന്ദർഭമാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം മുൻ MLA ശ്രീ പത്മകുമാറിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി, ഇതിലെടുക്കുന്ന നടപടിയെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ ശബരിമല സ്വർണ്ണ തിരിമറിയുമായി ബന്ധപ്പെട്ട് പ്രതികളാക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ അവധാനതയോടുകൂടി പ്രവർത്തിക്കാത്ത ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നാലും ശരി, അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ സർക്കാരിൻ്റെയോ യാതൊരുവിധ പിന്തുണയും അവർക്ക് ഉണ്ടാകില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു. അല്ല, അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഘടകത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ ശ്രീ ഡി സുരേഷ് കുമാർ. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പാർട്ടി ഘടകത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. ഈ അർത്ഥശങ്കയുണ്ട്, ഒരുപാട് അർത്ഥശങ്കയുണ്ട്. കാരണം ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ പാർട്ടി അത് ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ്, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുന്നു. അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് അത് കേസ് ഹൈക്കോടതിയുടെ മുന്നിലാണ് ഉള്ളത്. ഇതൊക്കെ ഇത്രയും വാചകങ്ങൾ കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് സാധാരണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പത്മകുമാറിനൊപ്പമാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. കുറ്റാരോപിതൻ മാത്രമാണല്ലോ, അത് സാങ്കേതികാർത്ഥത്തിൽ ശരിയാണ്. പക്ഷേ സാങ്കേതികമായിട്ട് മാത്രമാണോ നിങ്ങൾ സ്വർണ്ണക്കൊള്ളയെ കാണുന്നത്? അതൊന്ന് വിശദീകരിക്കാമോ? നോക്കൂ സ്മൃതി, ഇവിടെ അതിലെന്തെങ്കിലും സംശയമുണ്ടോ? അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യേണ്ട. എനിക്ക് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടി മറുപടി പറയാനുള്ള അവസരമുണ്ടാകണം. അദ്ദേഹത്തെ സംബന്ധിച്ച് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം കുറ്റാരോപിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെടുന്നത് എപ്പോഴാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ ചർച്ചയിൽ എരിവും പുളിവും ചേർക്കുന്നതിന് വേണ്ടി ഇതിനെ പരമാവധി നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ആവർത്തിച്ച് എന്നോട് ചോദിക്കുന്നതെന്ന് എനിക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം, ചോദിക്കുന്ന ആങ്കർക്കും അറിയാം. ഇതിനെ സംബന്ധിച്ച് അടിവരയിട്ട് തെളിയിക്കപ്പെടുന്നത് ഈ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ നിസ്സംശയം അവരുടെ മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം തെളിയിക്കപ്പെടുമ്പോഴാണ് അവർ കുറ്റവാളികളായി മാറുന്നത്. ഇത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും ഏതൊരു ആളിനും അറിയാവുന്ന കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ഇനിയൊരു വലിച്ചു നീട്ടലിന്റെ അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ശ്രീ ഡി സുരേഷ് കുമാർ, SITയുടെ കണ്ടെത്തൽ നിങ്ങൾ ശരിയെന്ന് കരുതുന്നില്ല എന്നാണോ? SITയുടെ കണ്ടെത്തൽ തെറ്റാണ് എന്ന് കരുതുന്നുണ്ടോ? അല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം കോടതിയുടെ നിർദ്ദേശാനുസരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരാളെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ റോൾ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ആ വിവരങ്ങൾ പുറത്തു വന്നല്ലോ. വന്ന വിവരങ്ങളോടുള്ള പാർട്ടി നിലപാട് എന്താണ് ശ്രീ ഡി സുരേഷ് കുമാർ? വന്ന വിവരങ്ങൾ പത്മകുമാറാണ് മുഖ്യ സൂത്രധാരൻ എന്നുള്ളതാണ്. അല്ലല്ല, പത്മകുമാറിന്റെ കൈപ്പടയിൽ എഴുതിയ രേഖ പത്മകുമാറാണ് അത് ചെമ്പുപാളി എന്നാക്കി എഴുതിയത് എന്ന രേഖയടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് പുറത്തു വന്നിട്ടും ഇനി നിങ്ങൾ ഏത് രേഖയ്ക്ക് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്? അതെ, അത് എഴുതാൻ
അത് ഞാൻ പറയട്ടെ, അത് എഴുതാനിടയായ സാഹചര്യം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചുകൂടെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷ് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു, ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഈ കാര്യത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കോൺസ്പിറസിയിൽ പങ്കാളികളായിട്ടുണ്ട് എങ്കിൽ അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സമീപനം ഒരിക്കലും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനിടയിൽ പക്ഷേ നിലവിൽ നിങ്ങൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് ശ്രീ ഡി സുരേഷ് കുമാർ ചോദ്യം. എന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. പൂർത്തിയാക്കണ്ട, അങ്ങേക്ക് തന്നെയാണ് അവസരം, അങ്ങേക്ക് തന്നെയാണ് പറയാനുള്ള സമയം. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വ്യാകുലത? നിങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് ഒരാളെ നടപടിയെടുക്കണമെന്ന് തിട്ടൂരം നടപ്പിലാക്കാൻ വേണ്ടി കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിന് പ്രകാരം മാത്രമേ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ രാഷ്ട്രീയ പാർട്ടികളിൽ ആരും തന്നെ നടപടികളിലേക്ക് പോയിട്ടില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കൊള്ളക്കാരെന്നാണ്, CPM കൊള്ളക്കാരെന്നാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ദേവസ്വം വകുപ്പ് മന്ത്രി ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ വലിയ കൊള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനകത്ത് നടന്നിട്ടുണ്ട്. അന്ന് കോൺഗ്രസ്സുകാരായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഴുവൻ കോൺഗ്രസ്സുകാരും കൊള്ളക്കാരായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാകണം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് BJP-യുമായിട്ടൊരു സഖ്യം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. BJP-യുമായി സഖ്യമുള്ളത് താങ്കളുടെ നേതാവിനാണ്. താങ്കളുടെ നേതാവ് വളരെ പല ഘട്ടങ്ങളിലായി RSS ചാഹയ്ക്ക് കാവൽ നിന്നതും ഇനി BJP-യിൽ പോകാൻ എനിക്ക് ആരുടെയും ഒത്താശയുടെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞത് താങ്കളെ കൂടെ സാക്ഷി നിർത്തിക്കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം പൈതൃകം പേറുന്ന ആളുകൾക്ക് മറ്റുള്ളവരുടെ മേൽ ഇത്തരം ആരോപണം ചൊരിയുന്നത് ഒരു രസാവഹമായി ചിലപ്പോൾ തോന്നിയേക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ കൊള്ള അവിടെ വേറെ നടന്നിട്ടുണ്ടോ? അതൊന്ന് പറയാമോ? ശബരിമല സ്വർണ്ണക്കൊള്ളയേക്കാൾ വലിയ കൊള്ള നടന്നിട്ടുണ്ടോ? ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തിയെ സംബന്ധിച്ച് പുറത്തു വരട്ടെ. അതിനു മുൻപ് പാത്രം കുംഭകോണം നടന്നില്ലേ? ഏകദേശം പാത്രം കുംഭകോണത്തിൽ ഇവിടെ വിജിലൻസ് അന്വേഷണം നടത്തിയാണ്. നിങ്ങളുടെ ഭരണം 9ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞ പോലെ ശ്രീ ഡി സുരേഷ് കുമാർ, ഞാൻ ചോദിക്കുന്നത് സ്വർണ്ണപ്പാളി മോഷണവും പാത്രമോഷണവും തമ്മിൽ എന്ത് താരതമ്യം എന്നൊന്ന് അങ്ങ് പറയാമോ? അല്ല, പാത്രമോഷണമല്ല. കൊടിമര ശാസ്താ ക്ഷേത്രത്തിൽ കൊടിമരം പൂച്ചിയതുമായി ബന്ധപ്പെട്ട് 4.5 കിലോ സ്വർണം UDF കേരളം ഭരിക്കുന്ന സന്ദർഭത്തിൽ, ദേവസ്വം ബോർഡ് കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ ഈ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രം വാങ്ങി എന്ന വ്യാജ ബില്ല് ഹാജരാക്കി 1,83,00,000 രൂപ തട്ടിയെടുത്തിട്ടുണ്ട്. 1 രൂപയായിരുന്നാലും ശരി, നിങ്ങൾ തന്നെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് പറയുന്നു. ശബരിമലയിൽ നിന്ന് വിശ്വാസികളുടെ 1 രൂപയായിരുന്നാലും ശരി മോഷ്ടിക്കപ്പെട്ടത് മോഷണമാണ്. അത് ചെറിയ മോഷണവും ഇത് വലിയ മോഷണവും എന്നുള്ള സർട്ടിഫിക്കറ്റ് സ്മൃതി നൽകേണ്ട കാര്യമല്ല. സ്മൃതിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ചർച്ചയെ നിഷ്പക്ഷതയോടുകൂടി നയിക്കുക എന്നുള്ളതാണ്. അവിടെ വലിയ മോഷണം ഏതാണ്, ചെറിയ മോഷണം ഏതാണെന്നുള്ള നിഷ്പക്ഷതയിൽ പൊതിഞ്ഞ പക്ഷപാതിത്വം ഈ ചർച്ചയ്ക്കകത്ത് കാണിക്കേണ്ടുന്ന കാര്യമില്ല. ശ്രീ ഡി സുരേഷ് കുമാർ, ഞാൻ എന്റെ ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങ് ജോലിയൊന്നും പഠിപ്പിക്കേണ്ടതില്ല. അങ്ങ് ഒരു കാര്യം ചെയ്യൂ, ഈ കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകൂ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗൗരവം പാത്രക്കൊള്ള പോലെയാണെങ്കിൽ ഇവിടെ ഒരു മിനിറ്റ് എന്റെ ചോദ്യം പൂർത്തിയാക്കട്ടെ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം നടക്കില്ലല്ലോ. ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു, SIT രൂപീകരിക്കുന്നു. ആ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായി കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നു. കോടതി ഇടയ്ക്കിടയ്ക്ക് ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു, ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിൽ ഗൗരവമായ ചില കാര്യങ്ങളുണ്ട്, ചില ആളുകളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലേക്കാണ് ഈ അന്വേഷണം പോയിരിക്കുന്നത്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. SITയുടെ കണ്ടെത്തലിൽ പത്മകുമാർ, നിങ്ങളുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം, 42 വർഷമായി അവിടെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്ന നിങ്ങളുടെ പത്തനംതിട്ടയിലെ സഖാവ്, ആ സഖാവാണ് മുഖ്യ ആസൂത്രകൻ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുകയാണ് സമയമായിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങളുടെ ഉചിതമായ സമയം എപ്പോഴാണ്? നിങ്ങൾക്കിതിൽ നിലപാടെടുക്കുന്നതിൽ എന്താണ് തടസ്സം? ഇപ്പോൾ വരുന്ന വാർത്ത നോക്കൂ, ഇപ്പോൾ പോകുന്ന ബ്രേക്കിംഗ് നോക്കൂ. കടകംപള്ളിയുടെ മൊഴിയെടുക്കും. എന്തുകൊണ്ട് കടകംപള്ളിയുടെ മൊഴിയെടുക്കുന്നു? ഈ പോറ്റി, ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിലെ 1-ാം പ്രതി സ്വർണ്ണപ്പാളി നന്നാക്കാൻ ആദ്യം സമീപിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളിക്കാണ് ആദ്യമായി ഈ കാര്യം ആവശ്യപ്പെടുന്നത്. കടകംപള്ളിയാണ് ഇതിൽ ശുപാർശ നൽകിയതെന്നാണ് പത്മകുമാറിന്റെ മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയുടെ മൊഴി എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോൾ ഇത് പത്മകുമാറിൽ നിൽക്കില്ല. നിങ്ങളുടെ സഖാക്കൾ വാസു, അത് കഴിഞ്ഞതായിപ്പോൾ പത്മകുമാർ, അടുത്തത് കടകംപള്ളിയാണോ എന്ന ചോദ്യം ഉയരുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. ശ്രീ ഡി സുരേഷ് കുമാർ, ഇനി അങ്ങ് പറയൂ. കഴിഞ്ഞോ സ്മൃതി?
താങ്കളുടെ ചോദ്യത്തിൽ ഞാൻ കാണിച്ച ആ സഹിഷ്ണുതയുണ്ടല്ലോ, അത് ഞാൻ ഉത്തരം പറയുമ്പോഴും താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കളുടെ ഉത്തരവാദിത്വം, ഈ ചർച്ചയിലെ ഉത്തരവാദിത്വം ഞാൻ പഠിപ്പിക്കേണ്ടുന്ന കാര്യമില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനകത്ത് ചെറിയ മോഷണവും വലിയ മോഷണവും ഇല്ല. തെഫ്റ്റ് എല്ലായ്പ്പോഴും എവിടെയും തെഫ്റ്റാണ്. അത് ഏത് കാലമായാലും തെഫ്റ്റാണ്. ആ തെഫ്റ്റിനെ ചില കാര്യങ്ങളെ പവിത്രവൽക്കരിക്കാനും ചില കാര്യങ്ങളെ വല്ലാത്ത നിലയിൽ എക്സാഗ്രേറ്റ് ചെയ്യാനും ആങ്കർക്ക് പ്രത്യേക അവകാശവും അധികാരവും ഈ ചർച്ചയിലില്ല. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാതെ താങ്കളുടെ ഉത്തരവാദിത്തം പഠിപ്പിക്കൽ എൻ്റെ കർമ്മമോ ധർമ്മമോ അല്ല എന്നുള്ളത് ഞാൻ താങ്കളെ വിനയപൂർവ്വം അറിയിക്കട്ടെ. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഇവിടെ UDF-ന്റെ കാലത്ത് നടന്ന മോഷണങ്ങൾ പവിത്രവൽക്കരിക്കപ്പെടുകയാണ്. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ നേതൃത്വത്തിൽ നിർദ്ദേശത്തിൽ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഇവിടെ നടന്നിട്ടുള്ള സ്വർണ്ണ തിരിമറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി തുടർന്ന് ഇതിനകത്ത് പല ആളുകളും ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകാം, ചിലപ്പോൾ അറസ്റ്റുകൾ നടന്നേക്കാം. ഒരു കാര്യം ഞങ്ങൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു, ഈ അന്വേഷണത്തിന് പരിധി നിശ്ചയിക്കാൻ സർക്കാരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ യാതൊരു തരത്തിലും ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. അങ്ങനെ നടത്താനും ഞങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതിനകത്തെ പ്രശ്നം എന്താണ്? ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറസ്റ്റ് നടക്കുമ്പോൾ അത് കൊള്ളാം. അറസ്റ്റ് നല്ല നിലയിലാണ്, ഈ അന്വേഷണം നല്ല നിലയിലാണ് നടക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വിശ്വാസ്യതയുടെ പാരമ്യതയിലേക്ക് നിങ്ങൾ തന്നെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിൽ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആകെ ഫ്ലോപ്പാണ്. ഇന്നലെ ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഇതാകെ മോശമാണെന്നുള്ള നിലയിൽ ഒരു പ്രതിനിധി പറഞ്ഞു. അത് ഈ ഫ്ലോറിലല്ല, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇവിടെ ചൊരിയുന്നത് മുഖ്യമന്ത്രിയുടെ മേൽ, ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ മേൽ, അന്നത്തെ ആയിരുന്നാലും ഇന്നത്തെ ആയിരുന്നാലും ശരി, അവരോടൊപ്പം നിന്നപ്പോൾ കൊള്ളാമായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായിരുന്ന പ്രശാന്ത് ഇന്ന് കാട്ടുകളനാണ്. പണ്ടേ കള്ളനായിരുന്നു എന്നാണ് റിജിൽ മാക്കുറ്റി ഇവിടെ സൂചിപ്പിച്ചത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, നിങ്ങളോടൊപ്പം നിന്നപ്പോൾ ചിലപ്പോൾ ചില ഓർമ്മകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആ ഒരു സംഘടനയുടെ ആ രീതി അനുസരിച്ചാണ് നിങ്ങൾ അങ്ങനെയുള്ള ആരോപണങ്ങൾ പ്രശാന്തിന് മേൽ ചൊരിയുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, വളരെ സത്യസന്ധമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിക്കുന്നതിൽ മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ആളാണ് ശ്രീ പ്രശാന്ത്. അത്തരം ആളുകളെ സംബന്ധിച്ച് യാതൊരുവിധ തെളിവുകളുടെയോ മറ്റേതെങ്കിലും അടിസ്ഥാനമോ ഇല്ലാതെ ഇവിടെ വന്നിരുന്ന ഇത്തരം ഒരു ചാനൽ ഫ്ലോറിൽ തെറ്റിദ്ധാരണ പരത്തുന്ന നിലയിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന നിലയിലുള്ള ഇത്തരം ആരോപണങ്ങൾ ചൊരിയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കോൺഗ്രസിന് കഴിയും. പ്രശാന്തിനെ സംബന്ധിച്ച് പ്രശാന്തിനെ കള്ളനെന്നൊന്നും വിളിക്കാനുള്ള സാഹചര്യമില്ല എങ്കിൽ കൂടി ഒരു മിനിറ്റ് ഞാൻ അങ്ങയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ഞാൻ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. പ്രശാന്തുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു മിനിറ്റ് അങ്ങ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാനുള്ളതാണ്. പ്രശാന്തുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞു പോയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ പറയുന്ന ഈ പാളി കട്ട ആളുമായിട്ട് വീണ്ടും അയാൾക്കെതിരെ സംശയങ്ങൾ ഉയർന്നിട്ടും അയാളുമായിട്ട് തന്നെ വീണ്ടും അയാൾക്ക് തന്നെ അത് വീണ്ടും നന്നാക്കാൻ കൊടുത്തു എന്നടക്കമുള്ള അതിരൂക്ഷമായ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങേക്ക് പറയാനുള്ള വേഗം പറയാം, ഇടവേളയിലേക്ക് പോകണം. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമാണ്. ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയെ നോക്കി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് VD സതീശൻ മുതൽ ഇങ്ങേയറ്റം റിജിൽ മാക്കുറ്റി വരെ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇതൊരു സമ്പന്നൻ, അതിസമ്പന്നന് ഇവിടുത്തെ പാളി ഇളക്കി വിറ്റിട്ടുണ്ട്, അവിടുത്തെ കവാടം ഇളക്കി വിറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. 2 ദിവസത്തിനകത്ത് അത് കേരളത്തിൻ്റെ ജനങ്ങളെ മുമ്പേ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാൻ വെല്ലുവിളിക്കുകയാണ്, അങ്ങനെ ഒരു അതിസമ്പന്നന് വിറ്റിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കേരളത്തോട് പറയാൻ ഉത്തരവാദിത്വമില്ല. കേരളത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷ നേതാവല്ലേ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പ്രതിപക്ഷ നേതാവ്. പാർട്ടിയുടെ 2 പ്രധാന നേതാക്കൾ അഴിക്കുള്ളിൽ കിടക്കുമ്പോഴാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യ സൂത്രധാരനായി പാർട്ടിയുടെ നിലവിലെ ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുമ്പോഴാണ് താങ്കൾ വെല്ലുവിളിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രസക്തമായ കാര്യം. TK രാജഗോപാൽ, ഇപ്പോൾ പത്മകുമാറിനെതിരെ വന്നിരിക്കുന്ന തെളിവുകൾ, ആ വലിയ തെളിവുകളുടെ സമയത്തും അദ്ദേഹത്തിനെതിരെ നടപടി വേണ്ട എന്ന പാർട്ടി ഇപ്പോൾ തൽക്കാലം തീരുമാനിക്കുകയാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? സ്മൃതി, ഇതിനകത്തിൽ ഞാനും കണ്ടിരുന്നു 4 മണിക്ക് ശ്രീ MV ഗോവിന്ദന്റെ പത്രസമ്മേളനം ഞാനും കണ്ടിരുന്നു. അദ്ദേഹം 2 കാര്യങ്ങളാണ് അതിനകത്ത് എടുത്തു പറഞ്ഞത്. ഒന്ന് പറഞ്ഞത്, ഇപ്പൊ കുറ്റാരോപിതൻ മാത്രമല്ലേ ആയിട്ടുള്ളൂ, അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുള്ളതേ അല്ലേ ഉള്ളൂ, അതുകൊണ്ട് നടപടി വേണ്ട. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമാണെങ്കിൽ തൽക്കാലം നടപടി വേണ്ട, അതിന് ഇനിയും കോടതി തെളിയിക്കട്ടെ. അതിന് രണ്ടാമത്തെ മറുപടി അദ്ദേഹം പറയുന്നത്, കോടതി തെളിയിക്കട്ടെ, കോടതിയിൽ അദ്ദേഹം കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ നടപടിയെടുക്കാം. അതിന് കാലതാമസം വരത്തില്ലെന്ന് ചോദിച്ചപ്പോൾ മാഷൊന്ന് ചിരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. കാലതാമസം ഒന്നൊരു പ്രശ്നമല്ല, നമുക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് അതിനുശേഷം അദ്ദേഹം രണ്ടാമതൊരു കാര്യം പറഞ്ഞു.
ഇപ്പൊ കുറച്ചൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സ്വർണ്ണമോഷണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേറെ പുറത്തു വരാനുണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത്. ഇനിയും ഇതിലേറെ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. നോക്കുക, ഒരു അധ്യാപകന്റെ സത്യസന്ധതയോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പഴയ അധ്യാപകനായിരുന്നല്ലോ അദ്ദേഹം. വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ മുമ്പ് ശ്രുതി സൂചിപ്പിച്ചില്ലേ, ഇവിടെ പത്മകുമാറിൽ നിന്ന് അത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കും. അങ്ങനെയാണ് ഇപ്പൊ ഏറ്റവും പുതിയ വാർത്ത വരുന്നത്. ആദ്യഘട്ടത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. കടകംപള്ളിയുടെ കാര്യത്തിലെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറഞ്ഞിരുന്നില്ല. ഒരു പക്ഷെങ്കിലെ ഗോവിന്ദൻ മാഷ് അതാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു കുറ്റാരോപിതനല്ല. ഇനി ആരെങ്കിലും ഒക്കെ കൂടെ ഒന്നിച്ചു വരികയാണെങ്കിൽ ഇനി അങ്ങനെ 2, 3, 4 പേര് വരിക. കടകംപള്ളിയുടെ ഇടപെടൽ, കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ശ്രീ രാജഗോപാൽ പറഞ്ഞത് കടകംപള്ളിയുടെ ഇടപെടൽ ഉണ്ട് എന്നത് നിങ്ങളുടെ ആഗ്രഹമല്ലേ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാചകം. അതിനുശേഷം പറഞ്ഞത് ആരും ഉണ്ടെന്നോ ഇല്ലെന്നോ താൻ പറയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു കൈകഴുകലുണ്ട്. പാർട്ടിക്ക് ഉറപ്പില്ല. എത്ര കൈ കഴുകിയാലും അതിൽ നിന്ന് രക്ഷപ്പെടാനൊക്കത്തില്ല. ഇത്തരം കേസുകളിലെ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കത്തില്ല. കാരണം പത്മകുമാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മൾ ഇതിനെ ഒരു ഫുട്ബോൾ കളിയായിട്ടൊക്കെ ഉപമിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. പത്മകുമാർ കൃത്യമായിട്ടും പെനാൽറ്റി ബോക്സിലേക്കാണ് പന്തടിച്ചിട്ടിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് ബോക്സിലേക്ക് അദ്ദേഹം പന്തടിച്ചിട്ടിട്ട് വെളിയിൽ മാറി നിൽക്കുകയാണ്. അപ്പൊ ഈ ബോക്സിനകത്തിനി ഉള്ളത് ആരൊക്കെയാണ്? ബോക്സിനകത്തിലുള്ളത് പത്മകുമാറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ദൈവതുല്യരാണ്. ഇനിയും കളിക്കളത്തിൽ നിൽക്കുന്നത് 4-5 പേരെന്ന് പറയുന്നത് ദൈവതുല്യരായ ആളുകളാണ്. പത്മകുമാർ പറഞ്ഞതാണ്, എന്റെ വാചകമല്ല. പത്മകുമാർ പറയുന്നത് ഒരു പക്ഷെങ്കിൽ ശബരിമലയിലെ ദൈവതുല്യനായിരിക്കാം, അതല്ലെങ്കിൽ പാർട്ടിയിലെ ദൈവതുല്യരായിരിക്കാം. അതൊക്കെ ചേർന്ന് വരികയാണ്. പത്മകുമാറിന്റെ അന്നത്തെ ആ വാക്കുകളും ഇപ്പൊ കാണുന്ന പ്രവൃത്തിയും കൂടെ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ചേർന്ന് വരികയാണ്. പത്മകുമാറിന്റെ പന്ത് സ്വീകരിക്കാൻ ആദ്യം തയ്യാറായിട്ടില്ല അല്ലേ? പത്മകുമാർ ഇട്ടുകൊടുത്ത പന്ത് വാസുവിൽ നിന്നാണ് പത്മകുമാറിലേക്ക് വന്നു. പക്ഷെ പത്മകുമാർ ഇട്ടുകൊടുത്ത പന്തേൽ തൊടാൻ പാർട്ടി തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം മന്ത്രി, അദ്ദേഹത്തിന്റെ മുകളിലുള്ള ആള് ദേവസ്വം മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണല്ലോ. അദ്ദേഹത്തിന് അപകടം അറിയാമായിരുന്നു. അദ്ദേഹത്തിന് അപകടം അറിയാമായിരുന്നു. അതുകൊണ്ട് കൈ കൊണ്ടും തൊട്ടില്ല, കാലുകൊണ്ടും തൊട്ടില്ല. പറഞ്ഞില്ലേ, പെനാൽറ്റി ആകണ്ട, അല്ലെങ്കിൽ ഓഫ് സൈഡ് ആയി പോരണ്ട, പന്തിന് മുമ്പേ ഓടിക്കേറി, അതായത് ആരോപണം തെളിയുന്ന വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ SIT വിളിപ്പിക്കുന്നതിന് മുമ്പ് അതേ കയറി തൊട്ട് ഓഫ് സൈഡ് ആകണ്ട അത് കരുതിയിട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ വരികയാണ്. ഇപ്പൊ വൈകുന്നേരം കൃത്യമായിട്ട് അത് വന്നു കഴിഞ്ഞല്ലോ. അതുപോലെ ഈ കത്ത് പത്മകുമാർ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കത്ത് വന്നിരുന്നു. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരിലാണ്, ദേവസ്വം മന്ത്രിയുടെ പേരിൽ വന്ന കത്താണ്. ആ കത്താണ് തിരിച്ച് ദേവസ്വം ബോർഡിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു കത്ത് അയച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഈ കട്ടളപ്പാളി ഇളക്കി കൊണ്ടുപോകുന്ന കാര്യത്തില് എനിക്ക് അനുവാദം തരണം, ഞാനിത് പൊതിഞ്ഞുകൊണ്ടുവരാം, ഞാനിത് നന്നാക്കിക്കൊണ്ടുവരാം, ഇതിന് വളരെ സ്വർണ്ണമൊക്കെ ചേർന്ന് ഇത് ചെമ്പ് തെളിഞ്ഞിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ്. അപ്പൊ ഈ കത്ത് എങ്ങനെ വന്നതാണ്? ആദ്യം കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി പറഞ്ഞു അദ്ദേഹം കണ്ടിട്ടില്ലെന്നാണ്. ശരിയായിരിക്കാം, അദ്ദേഹം കണ്ടു കാണത്തില്ലായിരിക്കാം ഈ കത്ത്. അല്ലെങ്കിൽ പിന്നെ ഈ കത്ത് എങ്ങനെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയിരിക്കുന്നത്? ഒരു പക്ഷെങ്കില് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കത്ത് ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസം കൊണ്ട് സ്റ്റാമ്പ് മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് കൂലിക്കത്തായിട്ട് ദേവസ്വം ബോർഡ് ഓഫീസിന്റെ പേരിലേക്ക് അയച്ചതാണോ? ഈ ദേവസ്വം ഒന്ന് കണ്ടതുകൊണ്ട് അത് ദേവസ്വം ബോർഡ് ഓഫീസിൽ കൊണ്ടൊന്നും അല്ലല്ലോ. പക്ഷെ പത്മകുമാർ ഇത് പൊട്ടിച്ചു വായിച്ചപ്പോൾ അതിനകത്തിൽ ഫ്രം അഡ്രസ് കണ്ടിട്ടായിരിക്കാം. ഫ്രം അഡ്രസ്സിനകത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേര് കാണുന്നുണ്ടല്ലോ. അത് കണ്ടിട്ടായിരിക്കാം എന്നെനിക്ക് തോന്നുന്നത്. ഞാൻ സംശയിക്കുന്നു. പത്മകുമാർ അത് പൊട്ടിച്ചു വായിച്ചിട്ടാണ് ഈ മഹസർ തയ്യാറാകുന്നത്. ശബരിമലയിലെ ഈ മഹസർ തയ്യാറാകുന്നു. കട്ടളപ്പാളിയുടെ മഹസർ അവിടെ തയ്യാറാകുകയാണ്. അതൊരു പക്ഷെങ്കിൽ ആദ്യത്തെ പറയുന്ന AO അല്ലെങ്കിൽ അത്തരം എക്സിക്യൂട്ടീവ് ഓഫീസറോ അവരൊക്കെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ മെമ്പർമാർ, അദ്ദേഹത്തിന്റെ കൂടെ 2 മെമ്പർമാരുണ്ട്, അവരോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിനകത്തില് ഞാൻ ചില പരിഷ്കാരങ്ങളൊക്കെ വരുത്താൻ പോവുകയാണ്, ചില പച്ചമഷിക്കൊക്കെ ചില വെട്ടലുകൾ നടത്തും, ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറെ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് സ്വർണം പൊതിഞ്ഞ എന്നൊക്കെ ചില വാക്കുകൾ കാണുന്നുണ്ട്. അതെല്ലാം അദ്ദേഹം വെട്ടിക്കളഞ്ഞു. അദ്ദേഹത്തിന് അറിയാമായിരിക്കും എന്താണെന്ന്. ആ നിലപാടിന്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചെമ്പ് പാളിയാക്കി, എല്ലാം ചെമ്പാക്കി. എന്നിട്ട് ഈ മെമ്പർമാരോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് കൈപ്പടയിൽ തന്നെ എഴുതിയ രൂപത്തിൽ തന്നെയാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. അതാണ് തെളിവായത്. അതെ, പച്ചമഷിക്കാണ് എല്ലാം വെട്ടിക്കളഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന്റെ സ്വന്തം കൈപ്പടയിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. അതിൽ കൂടെ ഒരു പ്രൂഫ് വേണ്ടായല്ലോ. അതെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്, SIT പിടിച്ചെടുത്തിട്ടുമുണ്ട്. അപ്പൊ ഈ സമയത്ത് ഈ മെമ്പർമാരെ എല്ലാവരെയും അതിനകത്ത് അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലീസ് കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അതിലൊരു മെമ്പർ എന്ന് പറയുന്നത്. അദ്ദേഹത്തോട് അധികം ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടൊക്കെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. മെമ്പർമാരെ ഇതിനകത്ത് ഒപ്പിടാൻ വിസമ്മതിച്ചു എന്നാണ് പറയുന്നത്. ഈ സമയത്താണ് കമ്മീഷണർ വഴി ഈ കത്ത്
പിന്നെ മുമ്പ് ഫോർവേഡ് ചെയ്യുകയാണ്. അതിനുശേഷം പോറ്റിക്ക് ഇത് ഇളക്കി കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ദേവസ്വം മാനുവൽ പാലിക്കണമെന്നുള്ളത് പത്മകുമാരൻ അറിയത്തില്ലേ? ദേവസ്വം മാനുവൽ പാലിക്കണം. അങ്ങനെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ ശബരിമല സന്നിധാനത്ത് വെച്ച് നന്നാക്കാമല്ലോ. അദ്ദേഹത്തിന് ദേവസ്വം മാനുവൽ അറിയാൻ കഴിയില്ല എന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. കാരണം അതിനുശേഷം അദ്ദേഹം അയ്യപ്പന്റെ യോഗദണ്ഡും രുദ്രാക്ഷമാലയും അവിടുന്ന് എടുത്ത് നന്നാക്കിയിട്ടുണ്ട് ഇല്ലേ? നമുക്കറിയാം ശബരിമലയിൽ ഏറ്റവും പരിപാവനമായിട്ട് കരുതുന്നതാണ്, ഈ പോയ സ്വർണത്തെക്കാട്ടിലൊക്കെ പരിപാവനമായിട്ട് ഭക്തർ കരുതുന്നതാണ് യോഗദണ്ഡും രുദ്രാക്ഷമാലയും അല്ലേ? ഹരിവരാസനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭസ്മാഭിഷേകത്തിനായ അയ്യപ്പനെ, ഭസ്മത്തിൽ മൂടിയ അയ്യപ്പനെ അവർ യോഗദണ്ഡും രുദ്രാക്ഷമാലയും കൊടുത്തിട്ടാണ് അവിടെ ഇരുത്തുന്നത്. ഇതിന് രണ്ടിനും കേടുണ്ടെന്ന് കണ്ടുപിടിച്ചു. ആലോചിച്ച് നോക്കണം. ഇത് രണ്ട് വസ്തുക്കൾക്ക് മാലയുടെ രുദ്രാക്ഷ മാല പൊട്ടലുണ്ടായിട്ടുണ്ട്, യോഗദണ്ഡിന് എന്തോ കേടുണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ സാധാരണ ഭക്തന്മാർക്കൊന്നും അതിന് കഴിയത്തില്ല. കാരണം നമ്മളാരും അത് കാണുന്നില്ല, നമ്മളൊക്കെ വളരെ ദൂരെ നിന്നാണ് കാണുന്നത്. അത് കണ്ടുപിടിക്കണമെന്നെങ്കിൽ, അതിന്റെ കുഴപ്പം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ശ്രീകോവിലിനകത്തിൽ കയറുന്ന തന്ത്രിക്ക് കഴിയുമായിരിക്കാം, അതല്ലെങ്കിൽ അവിടുത്തെ മേൽശാന്തിക്ക് കഴിയും. ഇവർക്ക് രണ്ടുപേർക്ക് ഇതിന്റെ കുഴപ്പം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അവരാണോ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പത്മകുമാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു കാര്യം ചെയ്ഞ്ഞ് തന്നേര്, ഇത് രണ്ടും ഇഞ്ഞ് തന്നേര്, ഞാൻ എന്റെ കുടുംബത്തെ എന്റെ മകനെ കൊണ്ട് തന്നെ നന്നാക്കിച്ച് തരാമെന്ന് പറയുന്നു. പക്ഷെ അത് എവിടെ വെച്ചാണ് പണിഞ്ഞതെന്ന് ആലോചിച്ച് നോക്കി. അത് നന്നാക്കിയത് എവിടെ വെച്ചാണ്? ശബരിമല സന്നിധാനത്ത് വെച്ച് തന്നെയാണ് നന്നാക്കിയത്. അപ്പൊ അദ്ദേഹത്തിന് ദേവസ്വം മാനുവൽ അറിയത്തില്ലേ? പാളി ഇളക്കിക്കൊണ്ട് പോയ സമയത്ത്, കട്ടളപ്പാളി ഇളക്കിക്കൊണ്ട് പോയ സമയത്ത് ദേവസ്വം മാനുവൽ അറിയത്തില്ലായിരുന്നു. സ്വന്തം കൈപ്പിടയിൽ വെട്ടും തിരുത്തും ഒക്കെ നടത്തി. പക്ഷേ ഈ രണ്ടാമത് അവർ തന്നെ ചെയ്ത പ്രവൃത്തികൾ, അദ്ദേഹത്തിന്റെ മകനും കൂടെ ചേർന്ന് നടത്തിയ ആ പ്രവൃത്തി, അത് സന്നിധാനത്ത് വെച്ച് തന്നെയാണല്ലോ ചെയ്തത്. അപ്പൊ ദേവസ്വം മാനുവൽ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളതൊരു കളവല്ലേ? ആ കളവാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് കൃത്യമായിട്ട് ഇതിങ്ങനെ പന്ത് തട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനതാ പറഞ്ഞ അടുത്ത ആളിലേക്ക് വരും, തീർച്ചയായിട്ടും അടുത്ത ആളിലേക്ക് വരും. പക്ഷേ ശ്രീ രാജഗോപാൽ, അതിലൊരു ന്യായീകരണം പറയാവുന്നത്, അതിലൊരു സ്വാഭാവികത കൽപ്പിച്ചുകൊണ്ട് പറയാവുന്ന ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ആദ്യം തന്നെ ദേവസ്വം മന്ത്രിയെ സമീപിക്കുന്നു. അപ്പോൾ ദേവസ്വം മന്ത്രി സ്വാഭാവികമായി എന്താണ് ചെയ്യുന്നത്? ദേവസ്വം പ്രസിഡന്റിന് കൈമാറുന്നു, അങ്ങോട്ടേക്ക് തിരിച്ചയക്കുന്നു, അവരിലേക്ക് അയക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യമല്ലേ അന്നത്തെ ദേവസ്വം മന്ത്രി ചെയ്തിട്ടുള്ളൂ എന്നൊരു വാദം വേണമെങ്കിൽ വാദത്തിന് പറയാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്, ദേവസ്വത്തിന്റെ വാതിൽ. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ നമ്മൾ സമ്മതിക്കണം. ഒരു പക്ഷെങ്കിൽ ഈ പോറ്റിയെ സംബന്ധിച്ച് മുൻ അറിവുകൾ ദേവസ്വം മന്ത്രിക്ക് ഉണ്ടായിരിക്കാം. ചില ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അവര് വളരെ അടുത്തിരുന്ന് സംസാരിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ചില കുടുംബത്തിന് ഒരു വീടിന്റെ പാലുകാച്ച് വെള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർ സംബന്ധിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ പോറ്റിയെ കുറിച്ച് അറിയാമായിരിക്കാം, എനിക്കതിനെക്കുറിച്ച് കൃത്യമായ അറിവില്ല. പക്ഷേ അങ്ങനെ ഉണ്ടായിരിക്കാം, അവർ തമ്മിൽ വളരെ അടുപ്പമുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഇതിൽ മറ്റൊരു പുനരാലോചന പോലും ഇല്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ കഥാപാത്രം അയക്കുന്ന കത്ത് അപ്പാടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് ഫോർവേഡ് ചെയ്യുമോ? അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? നമുക്കിതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മളാരും അങ്ങനെ ചെയ്യാറില്ല. ആരാണ് ഈ കഥാപാത്രം, ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അയാളുടെ പശ്ചാത്തലം എന്താണ്, അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കും. അന്വേഷിക്കാതെ അല്ല, പോസ്റ്റ്മാന്റെ ജോലിയാണ് അവിടെ ഇരിക്കുന്നത്. ദേവസ്വം മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പോസ്റ്റ്മാന്റെ ജോലിയൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്, വെറുതെ ഒരു കത്തെടുത്തിട്ട് പ്രസിഡന്റ് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് മൊഴിയെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. റിജിൽ മാക്കുറ്റി, ഇപ്പോൾ CPM പ്രതിനിധി നൽകിയ മറുപടി കണ്ടല്ലോ. കോൺഗ്രസ് കാലത്തെ മറ്റ് ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റ് ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, അതാണ് മറുവാദമായി ഉന്നയിക്കപ്പെടുന്നത്. ശ്രീമതി സ്മൃതി, യഥാർത്ഥത്തിൽ 10 വർഷമായി ഈ സർക്കാർ ഭരിക്കുന്നത്. അത്രയേറെ അഴിമതിയും തട്ടിപ്പും നടത്തിയെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആളുകൾ ജയിലിലേക്ക് അയക്കാൻ ഇവരുടെ ഭരണകൂടത്തിന്റെ എല്ലാ സംവിധാനമുള്ള ആഭ്യന്തര വകുപ്പ് തയ്യാറാവാത്തത്? UDFന്റെ ഒരു മന്ത്രി അത്തരം ഒരു കാര്യം ചെയ്തെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി സർക്കാർ കൊടുക്കുമോ? അപ്പോൾ ഇത്രയും വലിയ തട്ടിപ്പ് വന്നു കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സ്വർണം കട്ടത് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ ആ ബോധ്യപ്പെടാൻ CPM നേതാക്കന്മാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്മാരായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇതൊക്കെ നടത്തിയത് എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോഴാണ്, അവരെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത്തരം ആരോപണമായി മുമ്പോട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ അന്വേഷിക്കട്ടെ, ഞങ്ങൾക്ക് ആർക്കും ഒരു ഭയവുമില്ല. ആരെങ്കിലും അത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അവർക്കെതിരായി ഏത് നടപടി സ്വീകരിക്കുന്നത് ഞങ്ങളാരും എതിരില്ല എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമാണ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഈ സ്വർണം, ഇപ്പോൾ സ്വർണ്ണപ്പാളിയുടെ സ്വർണം അതെടുത്ത് നിയമവിരുദ്ധമായി
മറ്റ് കേരളത്തിന് പുറത്ത് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുത്ത ആളാണ് ആര് ഈ പറയുന്ന ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട CPM-ന്റെ MLA ആയി CPM ജില്ലാ സെക്രട്ടറി മെമ്പറായ പത്മകുമാർ. ആ പത്മകുമാറാണ്. അപ്പോൾ പത്മകുമാർ മാത്രമല്ല, അതിൻ്റെ അംഗങ്ങളായിട്ടുള്ള ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആ വിഷയത്തിനകത്ത് അവർക്ക് ഉൾപ്പെടെയുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണം. മാത്രമല്ല, സ്വർണ്ണപ്പാളി ചെമ്പാണെന്നാക്കിയത് ആരാണ്? ആ ഒരു തട്ടിപ്പിന് ആധാരമാക്കിയ കാര്യം ചെയ്തത് ആരാണ്? വാസുവാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണോ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കത്ത് കൊണ്ട് മാത്രം ഇടപെടാൻ കേരളത്തിലെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്ക് എന്താണ് ഇത്ര താല്പര്യം എന്നതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ അതിനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ആരോപണമാണെന്ന് പറഞ്ഞ് മാറ്റാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ കട്ടവരും ഇത് പിടിച്ചു പറിച്ചതും ഇത് അടിച്ചു മാറ്റിയതാക്കിയാരാണ്? ഇവരാണ്. ഈ CPM നേതൃത്വമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ CPM-ന്റെ പ്രതിനിധി പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എതിരായി ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് അന്വേഷണത്തിനകത്തും ചെയ്യുന്നതിന് ഞങ്ങൾക്ക് യാതൊരു മടിയും ഇല്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇവർ പറഞ്ഞ പല കാര്യം RSS-നെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കെതിരെ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? സ്വർണ്ണക്കൊള്ള ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് RSS-ന്റെ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ഉൾപ്പെടാൻ നേതൃത്വം കൊടുത്ത സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. അത്തരമുള്ള ഇമ്മ്യൂണിറ്റി സ്വാഭാവികമായിട്ടും ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വസ്തുതയല്ലേ? അപ്പം നിങ്ങൾ തമ്മിലുള്ള ബന്ധം ചെറുതായ ബന്ധമൊന്നുമല്ലല്ലോ. നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി ചീഫിനെ കേരളത്തിലെ DGP ആയി കൊണ്ടുവരാൻ നിങ്ങൾ പറയുന്ന കൂത്തുപറമ്പ് രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വെടിവെച്ച ആളാണല്ലോ ഇന്നത്തെ DGP. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇത് CJP മുന്നണിയാണെന്നറിയാം. ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, വിഷയം മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തട്ടിപ്പ്, ഇതിന്റെ വ്യാപനം, ഇതിന്റെ വ്യാപ്തി എത്രയാണ് എന്ന് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ കാണുകയുള്ളൂ. ആളുകളൊക്കെ ധരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന്. എന്തുകൊണ്ടാണ് ആർജവത്വത്തോടുകൂടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഈ പറയുന്ന പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ സാധിക്കാത്തത്? പത്മകുമാറിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല എന്നുള്ള ബോധ്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് നടപടിയെടുത്താൽ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകില്ലേ? അങ്ങനെ ഒരു ആത്മഹത്യാപരമായ കാര്യം എങ്ങനെയാണ് അവർ തീരുമാനിക്കാൻ പറ്റുക? ശ്രീമതി സ്മൃതി, ഇത് നടപടി എടുത്താലും എടുത്തിലും ജനങ്ങൾ ആരും പൊട്ടന്മാരൊന്നുമല്ല. ജനങ്ങൾ കാണുന്നുണ്ട് ഈ പാർട്ടി ഏത് രൂപത്തിലാണ് ഇത്തരം ആളുകളെയൊക്കെ കൈകാര്യം ചെയ്തതെന്ന് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞുകൊണ്ട് ഇവർ നടപടി എടുക്കാതെ കൊണ്ട് ജനങ്ങളൊക്കെ വിശ്വസിക്കുന്നത് CPM-ന്റെ ധാരണയാണെങ്കിൽ, CPM പ്രതിനിധിയുടെ ധാരണയാണെങ്കിൽ അതിനകത്ത് വേറെ ഒന്നും പറയാൻ ഞങ്ങൾക്കില്ല. ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ട് അത് ന്യായീകരിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ അത് വന്ന് ന്യായീകരിക്കുകയാണ്. പാത്രത്തിൻ്റെ അകത്ത് അഴിമതി നടത്തിയെന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ സ്വർണം പോയി എന്നുള്ളതും അതിനകത്ത് കൃത്യമായി രേഖ തിരുത്തി എന്നുള്ളതും ആ രേഖ തിരുത്താൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി എന്നുള്ളത് പകൽ പോലെ വെളിച്ചത്ത് വരികയല്ലേ. എന്നിട്ട് പോലും അതിനെ ന്യായീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇവരുടെ തൊലിക്കട്ടി കണ്ടാമൃഗത്തെക്കാളും വലിയ തൊലിക്കട്ടിയാണ് ഇവർക്ക് എന്നുള്ളത് ബോധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇത് കേവലം പ്രശാന്തിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു. പ്രശാന്ത് ഞങ്ങളുടെ പാർട്ടിയിലുള്ള സമയത്ത് ഇത്തരം കള്ളത്തരം ചെയ്ത് ഞാൻ പറഞ്ഞു. നിങ്ങളെ പാർട്ടിയിലെത്തിയപ്പോൾ നിങ്ങളെല്ലാവരും ആലിബാബയും 41 കള്ളന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾ മൊത്തം കക്കാൻ നോക്കുകയാണ്. അപ്പോൾ കക്കാൻ നോക്കുന്ന നിങ്ങളുടെ കൂടെ ഒരാൾ ചേർന്നപ്പോൾ എനിക്കും കിട്ടട്ടെ എന്ന് കരുതി പ്രശാന്തിനും ആ പണത്തിന് അല്ലെങ്കിൽ ആ കളവിനകത്ത് കൂട്ടുന്നു എന്നുള്ളതാണ്. അതാണല്ലോ ഇവിടെ പറഞ്ഞത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ തട്ടിപ്പുകാരനാണെന്നും ഇത്തരത്തിലുള്ള മറ്റ് പല തട്ടിപ്പും നടത്തിയ ഒരാളെ വീണ്ടും അവിടെ വിളിച്ചു വരുത്തണമെങ്കിൽ അത് വെറുതെ അല്ലല്ലോ. അതിനകത്ത് സ്വർണം കക്കാൻ എനിക്കും ഇടം കിട്ടുമെന്ന് ആലോചിച്ച് തന്നെയാണ്. പ്രശാന്തൻ ഞങ്ങളുടെ കാലത്ത് നല്ലതാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളൊക്കെ എത്തിയപ്പോൾ ചന്ദനം മണക്കും മറ്റേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആരും നിങ്ങളുടെ അടുത്ത് എത്തിയപ്പോൾ പ്രശാന്തനും കള്ളനായി. ആ പ്രശാന്തന് കിട്ടണം പണം, ദീപസ്തംഭം മഹാശ്ചര്യം നമുക്ക് കിട്ടണം പണം എന്ന് പറഞ്ഞതുപോലെ പ്രശാന്തനും കിട്ടുന്ന സമയത്ത് പരമാവധി കൈയിട്ട് വാരാൻ പറ്റുമോ എന്നുള്ളത് പ്രശാന്തൻ നോക്കുകയാണ്. പ്രശാന്തന്റെ ആസ്തിയെ കുറിച്ചൊക്കെ ഇപ്പൊ വാർത്ത വരികയാണ്. സാധാരണക്കാരൻ പ്രശാന്തൻ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ശേഷം അദ്ദേഹം ആരോപണമാണ്. SIT ഏതായാലും അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. നിലവിൽ നമ്മുടെ മുന്നിലുള്ള തെളിവ് അതല്ല. എത്തും. ഇത് ഘോഷയാത്ര. ശ്രീമതി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊരു ഘോഷയാത്രയാണ്. ഘോഷയാത്ര 1, 2, 3 എന്ന രൂപത്തിൽ ഘോഷയാത്രയായി CPM നേതാക്കന്മാർ ഒന്നിനു പിറകെ ഒന്നായി ജയിലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവസാനം പ്രശാന്തനിലും കേരളത്തിലെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുമെന്ന സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കമില്ല. ആ രൂപത്തിലേക്കാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ശരി, ശ്രീ D. സുരേഷ് കുമാർ, ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള പറയുമ്പോൾ തിരിച്ചു നിങ്ങൾ പാത്രം അഴിമതി തിരിച്ചു പറഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. കാരണം അത് സ്വർണത്തിന്റെ അളവല്ല, എത്ര കിലോ സ്വർണം പോയി എന്നതല്ലല്ലോ. അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, വിശ്വാസികളെ ബാധിച്ച വിഷയമാണ്. അപ്പോൾ വിശ്വാസികളെ പറ്റിച്ചു എന്ന വിഷയമാണ്. അപ്പോൾ അതിൽ ഈ വാദവുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ അത് തിരിച്ചടിയാവില്ലേ D. സുരേഷ് കുമാർ?
അല്ല, പാത്രം കൊള്ള നടത്തിയത്, വ്യാജ ബില്ല് വെച്ചത് മാത്രമല്ല, ശാസ്താ ക്ഷേത്രത്തിൽ കൊടിമരം പൂശിയതുമായി ബന്ധപ്പെട്ട് 4.5 കിലോ സ്വർണം തട്ടിയെടുത്തതും ആ UDF സർക്കാരിന്റെ കാലത്തായിരുന്നു. അതെപ്പോഴാണ് ഇപ്പൊ പറയാൻ അല്ല ഞാൻ മറച്ചു വെക്കുന്നതല്ല. അത് എപ്പോഴാണ് ഈ ശാസ്താ ക്ഷേത്രത്തിലെ തെളിഞ്ഞു തന്നെ അല്ല അത് നിങ്ങൾ ഇതുവരെ ഉന്നയിക്കാത്തൊരു കാര്യമാണല്ലോ ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ ചോദ്യം ഉന്നയിക്കുമ്പോഴും നിങ്ങൾ ചർച്ച നടത്തുമ്പോഴും വളരെ അവധാനതയോടുകൂടി കേട്ടിരുന്ന ഒരു പാനലിസ്റ്റാണ്. ആ ഒരു പരിഗണന എനിക്ക് മറുപടി പറയുന്ന സന്ദർഭത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതാണ് ചർച്ചയുടെ ഒരു മാന്യത. ഇവിടെ തുടർച്ചയായി 10 വർഷം കേരളം LDF ഭരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. 2011 മുതൽ 16 വരെ കേരളത്തിൽ UDF ഭരിച്ചിരുന്നു. അന്ന് ഭരണം നടത്തിയ ആളുകൾ നടത്തിയിട്ടുള്ള കാട്ടുകൊള്ള, കൊടുംവെട്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞ വാക്കുകളല്ല കേട്ടോ. ഇത് VM സുധീരനും ഇന്നത്തെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനും അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനെ വിശേഷിപ്പിച്ച വാക്കുകളാണ്. ഞാൻ കടമെടുത്തു എന്നുള്ളതേ ഉള്ളൂ, പ്രോംപ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ആ വിശേഷിപ്പിച്ച വാക്കുകളാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ തുടർച്ചയായി ഇതെന്റെ ചർച്ചയെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണെന്ന് എല്ലാവർക്കും അറിയാം. നിഷ്പക്ഷതയല്ലേ വേണ്ടത്? ഇവിടെ വേണ്ടത് നിഷ്പക്ഷതയല്ലേ? ഇവിടത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ വാക്കുകൾ വിശേഷിപ്പിച്ചത് ഞാനല്ല, അത് VM സുധീരനും അതുപോലെ തന്നെ VD സതീശനുമാണ്. പിന്നെ 10 വർഷമായി അതുകൊണ്ടാണ് അതിൽ മനംനൊന്താണ് കേരളത്തിലെ ജനത ഒന്നാം പിണറായി സർക്കാരിൻ്റെ രൂപത്തിലും 2ാം പിണറായി സർക്കാരിൻ്റെ രൂപത്തിലും ഇനി 3ാം പിണറായി സർക്കാരിൻ്റെ രൂപത്തിലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നീങ്ങുന്നത്. നിങ്ങൾ PM ശ്രീയെക്കുറിച്ച് പറഞ്ഞു. സിദ്ധരാമയ്യയ്ക്ക് പിന്നെ റജിൽ മാക്കുറ്റിയുടെ പ്രത്യയശാസ്ത്രം ബാധകമല്ലേ? നിങ്ങൾ ഇടതുപക്ഷത്തെ വിമർശിക്കുമ്പോൾ കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യയ്ക്ക് റജിൽ മാക്കുറ്റി മുന്നോട്ട് വെക്കുന്ന പ്രത്യയശാസ്ത്രം, കോൺഗ്രസ് പ്രത്യയശാസ്ത്രം ബാധകമല്ലേ? അവിടെ ആദ്യം തിരുത്തിയതിനു ശേഷം നിങ്ങളുടെ പാർട്ടിയുടെ പൊളിറ്റ്ബ്യൂറോ നയം എന്താണ് നിങ്ങളുടെ മുഖ്യമന്ത്രി SFI സമ്മേളനത്തിൽ പറഞ്ഞെന്താണ്? അതും എന്നെക്കൊണ്ട് പറയണ്ട. ശരി അദ്ദേഹം പറയട്ടെ. സുരേഷ് പറയട്ടെ. വളരെ മോശമാണ്. പാർട്ടിയെ സ്വർണ്ണപ്പാളിയിലേക്ക് മടങ്ങി വരും. ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, അതെ, സ്വർണ്ണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് ന്യായീകരണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ന്യായീകരണ തൊഴിലാളികളെന്നാണ് നടത്തുന്നത്. ഇന്ന് പാലക്കാട്, ഇന്നാണെന്ന് തോന്നുന്നൊരു വാർത്താ സമ്മേളനം നടന്നിട്ടുണ്ട്. പാലക്കാട് MP ശ്രീ VK ശ്രീകണ്ഠൻ്റെ വാർത്താ സമ്മേളനമാണ്. ആ വാർത്താ സമ്മേളനത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു MLA പുറത്താക്കിയില്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിനകത്ത് തന്നെ ഉരുത്തിരിയുന്ന ചില ഗ്രൂപ്പ് യുദ്ധങ്ങളുടെ ഭാഗമായി അദ്ദേഹം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനം. നമുക്ക് സ്വർണ്ണപ്പാളിയിലേക്കൊന്ന് വരും. നോക്കൂ, ഒരു വനിതയെ കൊലപ്പെടുത്താൻ, നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണ്ടി വരുമെന്ന് ശക്തമായി പ്രതികരിക്കുകയൊക്കെ ചെയ്താണല്ലോ. നമുക്ക് സ്വർണ്ണപ്പാളിയിലേക്ക് വരാന്നേ. അതിലൊക്കെ ഒരുപാട് സമയം പോയതാണ്. നമുക്കിനി സമയം വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങയുടെ സമയമാണ്. വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള അങ്ങയുടെ സമയമാണ്. ശ്രീ സുരേഷ്, വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള സമയമാണ്. വെറുതെ കളയരുത്. പറഞ്ഞിട്ടേ പോകുള്ളൂ. വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള സമയം വെറുതെ കളയാതിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടിയാണ് ആ ശബ്ദരേഖ കെട്ടിച്ചമച്ചതെന്ന് പറഞ്ഞ അടൂർ പ്രകാശ് MPയുടെ അത്ര ന്യായീകരണം നിങ്ങൾ നേതാക്കളൊക്കെ ഇപ്പോൾ വേദി പങ്കിടുകയാണല്ലോ. അല്ലല്ല, മന്ത്രിമാരടക്കം ഇപ്പൊ വേദി പങ്കിടുകയാണല്ലോ. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവരുടെ നേതാക്കന്മാര് മന്ത്രിമാരുൾപ്പെടെ വേദി പങ്കിട്ടിട്ടുണ്ടല്ലോ. ഇവരുടെ നേതാക്കന്മാർ പങ്കിട്ടിട്ടുണ്ടല്ലോ. എന്നാൽ അവര് മാറ്റി നിർത്തണ്ടേ? നിങ്ങളുടെ പോലീസല്ലേ അന്വേഷിച്ചല്ലോ. നിങ്ങൾക്ക് ആ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട ഒരാളെ കിട്ടിയില്ലല്ലോ. പക്ഷെ വിഷയം മാറ്റണ്ട. നിങ്ങൾ എന്ത് വിഷയം മാറ്റിയാലും അല്ലല്ല, നമ്മുടെ വിഷയം സ്വർണ്ണപ്പാളിയാണ്. ഡി സുരേഷ് കുമാർ ഇപ്പോൾ സ്വർണ്ണപ്പാളിയിൽ അങ്ങേക്ക് വിശ്വാസികളെ ബോധ്യപ്പെടുത്താനുള്ള സമയം ഇതാ അതിക്രമിക്കുന്നു. 2 മിനിറ്റ് കൂടിയുള്ളൂ. വേഗം പറഞ്ഞാൽ അങ്ങേക്ക് ഗുണം ചെയ്യും. അദ്ദേഹം വേദി പങ്കിടുന്നത് കൊണ്ടോ അദ്ദേഹം സ്വർണ്ണപ്പാളിയിലേക്ക് വരൂ. അതൊക്കെ കേരളം ഒരുപാട് ചർച്ച ചെയ്തു. സ്വർണ്ണപ്പാളിയിലേക്ക് വരൂ. പൂശിയാലും ആ പാതകമല്ലാതായി തീരുമോ? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയട്ടെ, പാർട്ടിയെ പാർട്ടി പ്രതിരോധത്തിലായി പോകുമെന്ന് പത്മകുമാറിനെതിരെ നടപടിയെടുത്താൽ പാർട്ടി പ്രതിരോധത്തിലായി പോകുമെന്നുള്ള മേമ്പൊടി ചേർത്ത് കൊടുക്കുന്നത് സ്മൃതിയാണ്. എത്രമാത്രം നമ്മുടെ ചർച്ച വഴിതെറ്റിപ്പോയോ? ആരാണ് ഇപ്പോൾ വഴിതെറ്റിയിരിക്കുന്നത്? ആരാണ് വഴി കാണിക്കുക എന്നുള്ളതാണല്ലോ ചർച്ച. പത്മകുമാർ വഴിതെറ്റിപ്പോയ പത്മകുമാറും വഴിതെറ്റിപ്പോയ എൻ വാസു ഇപ്പോൾ ജയിലിലാണ്. ശ്രീ ഡി സുരേഷ് കുമാർ,
അതിലെന്തെങ്കിലും പാർട്ടിക്ക് മറുപടി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ എത്രയും ഇടപെട്ടില്ലല്ലോ. ഇല്ല, നമ്മുടെ വിഷയം CPM പ്രതിരോധത്തിലായതാണല്ലോ ശ്രീ ഡി സുരേഷ് കുമാർ. പ്രതിനിധി ചർച്ചയിൽ വിട്ടുപോയ പോയിന്റ് സ്മൃതി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടിക്കളിക്കാൻ മാത്രമല്ലല്ലോ, എന്റെ ചോദ്യങ്ങളും ഉണ്ടല്ലോ ശ്രീ ഡി സുരേഷ് കുമാർ. അങ്ങേക്ക് അതിനും കൂടി മറുപടി പറയണ്ടേ? അങ്ങനെ പറഞ്ഞു പാർട്ടി പ്രതിരോധത്തിലായി പോകും. അതെന്റെ ചോദ്യമാണെന്നേ, അതെന്റെ ചോദ്യമാണ്, അങ്ങയോട് കൂടിയുള്ള ചോദ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയാനാണോ കാത്തിരിക്കുന്നത്? അങ്ങ് മറുപടി പറഞ്ഞോളൂ. അങ്ങയോട് കൂടിയുള്ള ചോദ്യമാണ്. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. രൂപീകരണ കാലം മുതൽ പല തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് വന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് CPM. ആ പ്രത്യയശാസ്ത്രത്തിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ കാലിൽ കൊള്ളുന്ന ഒരു ചെറിയ മുള്ളിന്റെ ലാഘവത്തോടുകൂടി എടുത്തു കളയാൻ ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള സ്വർണ്ണപ്പാളിയിലെ മുഖ്യ സൂത്രധാരൻ ഇപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ തുടരുമ്പോൾ ഈ മറുപടികൾ മതിയാകുമോ എന്ന് ഒന്ന് ഇരുത്തി ആലോചിക്കൂ. നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞതുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിക്കും. നമുക്ക് അടുത്ത ദിവസം ഇരിക്കാം. വളരെ നന്ദി ഡി സുരേഷ് കുമാർ, റിജിൽ മാക്കുറ്റി, TK രാജഗോപാൽ, രാഹുൽ ഈശ്വർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.